എല്ലാം ജീവനും സ്നേഹവുമേ യേശുനാഥ വീണ്ട പോകരുതേ നാഥ നിൽക്കണമേ തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു ഭൂമണ്ഡപം യേശുനാഥ എല്ലാവരും ചേർന്ന് പാടിക്കേ യേശുനാഥ ചേരുകിലും വ്യാധി നോവുകിലും നീ അരികിലെന്നാരെനിക്കാശ്വാസമേ യേശുനാഥ സർവ്വം വിളിച്ചേ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 കരങ്ങൾ വീശി ഹല്ലേലൂയ 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 എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് സ്വരമുയർത്തി ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ച് തുറന്നു നോക്കണ്ട എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 പോരാ പോരാ സ്വരം ഉയരട്ടെ നിന്റെ സ്വരം കർത്താവ് കേൾക്കട്ടെ മോളെ നിന്റെ വേദന കർത്താവ് കേൾക്കട്ടെ മോനെ നിന്റെ സങ്കടം കർത്താവ് കേൾക്കട്ടെ ഈ സമൂഹത്തിന്റെ നടുവിൽ നിന്റെ സ്വരം നേരിട്ട് കേൾക്കട്ടെ ഈശോയേ കരങ്ങൾ രണ്ടും കൂപ്പി പിടിക്കാം, കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈശോയോട് നീ പറ, ഈശോയെ ഇതാണ് എൻ്റെ അവസ്ഥ. നമ്മുടെ അവസ്ഥകൾ നമ്മൾ കർത്താവിനോട് വിവരിക്കണം, പറയണം. കർത്താവിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു എഫേർട്ട് എടുക്കണ്ടേ. കർത്താവ് പലപ്പോഴും സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അല്ലെങ്കിൽ നിനക്ക് സൗഖ്യം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ചിലർ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം വേണം. വളരെ നിന്റെ അവസ്ഥകൾ നീ കർത്താവിനോട് വിവരിക്കും, പറ.
ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ, ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ കണ്ണുനീരിൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെയാണ് എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ വിശുദ്ധ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞ വിഷയങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ബന്ധങ്ങൾ തകരാൻ കാരണമായത്. എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ. എൻ്റെ അവസ്ഥകൾ നീ കർത്താവിനോട് പറ. നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഈശോയോട് പറ. നിന്നെ കാണുന്ന ഒരു ദൈവത്താരയിലുണ്ട്. നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിവുള്ളവൻ ഈ ആൾത്താരയിലുണ്ട്. ഇവന് മാത്രമേ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. പക്ഷേ ഈ കർത്താവിന് നിന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയും, നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെ പോലെ സമനായിരുന്നു, പാപമൊഴികെ. നമ്മെ പോലെ സഹിച്ചവനവൻ, നമ്മെ പോലെ വേദനിച്ചവനായവൻ, നമ്മെ പോലെ ഒറ്റപ്പെട്ടവനാണവൻ, നമ്മെ പോലെ തിരസ്കരിക്കപ്പെട്ടവനാണ്, നമ്മെ പോലെ ആരുമില്ലാത്ത ജീവിതത്തിന്റെ അനുഭവം പേറി കടന്നുപോയവനാണിവൻ. അവന് നമ്മുടെ ഭാഷ മനസ്സിലാവും, അവന് നമ്മുടെ വേദന മനസ്സിലാക്കാൻ പറ്റും. ഈശോയോട് പറ നിന്റെ വേദനകള്, ഈശോയോട് പറ നിന്റെ സങ്കടങ്ങള്, കർത്താവിനോട് പറ. ഒരു കൂട്ടുകാരനോട് നീ പറയുന്നത് പോലെ, ഒരു കൂട്ടുകാരിയോട് നീ പങ്കുവെക്കുന്നത് പോലെ നിന്റെ ഹൃദയം കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ മക്കളെ നീ സ്പർശിക്കണമേ. ഈശോയുടെ കുടുംബങ്ങളെല്ലാം നീ തൊടണമേ. ഇവരുടെ നിയോഗങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം നമ്മളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച പിന്നെ നമ്മൾ ഒന്നിൻ്റെയും മുമ്പിൽ വീണു പോകേണ്ടി വരില്ല. ആ കർത്താവിൻ്റെ കൈ നമ്മൾ പിടിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങും വീണു പോകാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ കർത്താവിനെ നമ്മൾ ഈ നിമിഷങ്ങളിൽ ആരാധിക്കാൻ പോവാം. വേറൊന്നുമല്ല, ഇവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, വേറെ ആരുമില്ല. ഇവൻ മാത്രമാണ് ആരാധനയുടെ വിഷയം, ഇവൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ. കൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാം. ആരാധിക്കുന്ന നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. വചനം വാഗ്ദാനം ചെയ്തതെല്ലാം, ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തതെല്ലാം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഈ ആരാധനയുടെ സമയത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പൂർത്തിയാക്കും. ഇപ്പോൾ തന്നെ, പിന്നത്തേക്കൊന്നുമല്ല. നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ നിമിഷം തന്നെ, ദൈവത്തെ ആരാധിക്കുന്ന ഈ വേളയിൽ തന്നെ ദൈവം തന്റെ വാഗ്ദാനം, ദൈവത്തെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തതെല്ലാം നിങ്ങളിൽ ഇപ്പോൾ പൂർത്തിയാകും. അതുകൊണ്ട് ആ വിശ്വാസത്തോടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ബോധ്യത്തോടെയാണ് നമ്മൾ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത്. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, കണ്ണു തുറന്ന് കർത്താവിനെ കാണാൻ പറ്റുമെങ്കിൽ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഒരു 4-5 പേര് കേൾക്കുന്ന സ്വരത്തിൽ നന്നായിട്ട് അങ്ങോട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയാ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ, ആനന്ദത്തോടെ
കർത്താവിനെ കണ്ട് വിശ്വാസത്തിന്റെ നാഥനെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നവരുമായ കർത്താവിനെ കൺമുമ്പിൽ കണ്ട് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കും. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. സ്തുതിച്ചേ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ അഴിയട്ടെ, രോഗപീഠകൾ അഴിയട്ടെ. സകല വൈശാചിക ശക്തികളും യേശുവിന്റെ സാന്നിധ്യത്തിൽ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരകളടിച്ചു പാടിക്കേ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കരകൾ രണ്ട് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളും ഒരേ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളുള്ളവരുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കട്ടെ. തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവേ ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഏതെങ്കിലും മേഖലകളിൽ തടസ്സങ്ങളുള്ളവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ മക്കളെ വലിച്ചു കൊടുത്തിരിക്കുന്ന രോഗപീഠകള്, തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അഴിഞ്ഞുപോകട്ടെ, അഴിഞ്ഞുപോകട്ടെ. സാമ്പത്തിക ബാധ്യതകള്, കടബാധ്യതകള്, ജപ്തി നോട്ടീസുകള് യേശുനാമത്തിൽ അഴിഞ്ഞുപോകട്ടെ. ശാസിക്കുന്നു, ശാസിക്കുന്നു. മാനസിക വൈകല്യങ്ങൾ, മാനസിക ആരോഗ്യ കുറവുകൾ, നിരാശകൾ, ആത്മഹത്യാ പ്രവണതകൾ, ആകുല ചിന്തകൾ, അമിത ദുഃഖം വേട്ടയാടുന്ന മക്കളെ, പ്രാർത്ഥിക്കാൻ വിഷമിക്കുന്ന മക്കളെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളെ, പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടാത്ത മക്കളെ, ദൈവമേ ഹൃദയം തുറന്ന് ഒന്ന് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഹൃദയം കഠിനമായി പോയ മക്കളെ യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ.
തന്നെ കെട്ടിലറിയട്ടെ. സ്വയംഭോഗങ്ങള്, സ്വർഗരതികള്, ബ്ലൂ ഫിലിമിന്റെ അടിമത്തങ്ങള് യേശുനാമത്തിൽ അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുശീലങ്ങളുടെ കെട്ടുകൾ, മദ്യപാനം, കഞ്ചാവ്, പുകവലി, സകല ദുശീലങ്ങളുടെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കരമുയർത്തി വിളിക്കും ഈശോ. കരകളടിച്ച് സന്തോഷത്തോടെ പാടിക്കുക. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ 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 കാണാം. കടബാധ്യതയിലായിരിക്കുന്ന 4 കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വസിച്ച് ഏറ്റെടുത്ത് കർത്താവ് നന്ദി പറയട്ടെ. ഒരു ജപ്തി നോട്ടീസ് വീട്ടിൽ വന്ന ഒരു കുടുംബത്തെയും കർത്താവ് ഈ കൂട്ടായ്മയിൽ അവസ്ഥയിൽ നിന്നും അനുഗ്രഹിച്ചുയർത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. മകന്റെ ദുശീലത്തെ ഓർത്ത് വേദനിച്ച് കരയുന്ന ഒരമ്മയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അമ്മയെ ആശ്വസിപ്പിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മഹത്യാ പ്രവണതയുള്ള
2 മക്കളെ കർത്താവ് ആ മേഖലയിൽ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫോണിന്റെ അമിതമായ ഉപയോഗത്തിലിരിക്കുന്ന ഒരുതരം അടിമത്തത്തിലായിരിക്കുന്ന 5 മക്കളെ കൂട്ടായ്മയിൽ കർത്താവ് ആ വിഷയത്തിൽ വലിയ വിടുതലും വിമോചനവും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെർണിയ സംബന്ധമായ രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ആ സൗഖ്യം പൂർത്തിയാക്കിക്കൊള്ളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണിനിങ്ങനെ ചൊറിച്ചിലുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ കൂട്ടായ്മയിൽ സ്പർശിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ എതിർ ചിന്തയോടും അതോടൊപ്പം തന്നെ ഇങ്ങനെ വചനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മകനെ കർത്താവ് അവസ്ഥയിൽ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കാലിന് ഇങ്ങനെ മരവിപ്പും ഒരുതരം പുകച്ചിലൊക്കെ അനുഭവപ്പെടുന്ന രീതിയിൽ കടന്നു പോകുന്ന 2 പേരെ കർത്താവ് ഈ കൂട്ടായ്മയിൽ ആ മേഖലയിൽ സൗഖ്യം നൽകുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അലർജിയുമായി ബന്ധപ്പെട്ട് രോഗാവസ്ഥകളുടെ കടന്നു പോകുന്ന 6ഓളം മക്കളെ ഈ കൂട്ടായ്മയിൽ കർത്താവ് കണ്ടു കഴിഞ്ഞതായി സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും മക്കളുടെ ഉദര സംബന്ധമായ രോഗാവസ്ഥകളെയും കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. തൊണ്ടയില് എന്തൊരു വേദന, അത് ക്യാൻസർ ആണോ എന്നുള്ളൊരു സംശയത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഭയത്തിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സന്ദേശവും കർത്താവ് തരുന്നുണ്ട്. അത് ഏറ്റെടുത്ത് സഹോദരനോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. അന്ധവിശ്വാസത്തിലേക്ക് വരെ പോയ 3 വ്യക്തികളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ കാണുന്നുണ്ട്. സത്യദൈവത്തിലുള്ള ആ വിശ്വാസത്തിൽ നിന്നും അന്ധവിശ്വാസത്തിലേക്ക് വരെ പോയ 3 മക്കളെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവിന്റെ മുമ്പില് കരുണയോടെ, കരുണയ്ക്ക് വേണ്ടി അനുതാപത്തോടെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. തീരുമാനങ്ങൾ എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന 6ഓളം മക്കളെ കൂട്ടായ്മയിൽ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ 2 മാറോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഏതാനും നിമിഷം മൗനമായിട്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ കൂട്ടായ്മയിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി, വർഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞതൊക്കെ നമ്മുടെ ഭാഗമായിട്ട് മാറും, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഈശോ വാഗ്ദാനം ചെയ്ത വിടുതലുകൾ, സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ എല്ലാം ദൈവം തരും. വിശ്വാസത്തിൽ ഏറ്റെടുക്കാം, വിശ്വാസത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കാം. മുട്ടുകുത്തി നിൽക്കാൻ സാധിക്കുന്നവരെല്ലാം ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. മുട്ടുകുത്തി നിൽക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്. പക്ഷേ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ കൂടി നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടതുണ്ടാകാം.
നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മാനസാന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. കുടുംബത്തിൽ ആരോ രോഗിയാണ്, കുടുംബാംഗങ്ങൾ ആരൊക്കെ ജീവിതത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിലാണ്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ഒരുപക്ഷെ നീ വന്നതുപോലും. നിന്നോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവര്, കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവര്, പ്രാർത്ഥന ആവശ്യമുള്ളവര് എല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. നിങ്ങളുടേതായ സ്വകാര്യ ജീവിതത്തിൻ്റെതായ ചില നിയോഗങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടാകാം. അതെല്ലാം കർത്താവിന് മുമ്പിലേക്ക് കൊടുക്കുക. ഒരു കുഞ്ഞ് ഒരപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തൊരു ആശ്രയത്വ ബോധത്തോടെ നിൽക്കുന്നേ. എന്തു പറ്റിയാലും എൻ്റെ അപ്പം നോക്കിക്കൊള്ളൂ എന്നൊരു ആശ്രയത്വമില്ലേ? ആ ഒരു ആശ്രയത്വത്തോടെ തന്നെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ കൊടുക്കുക. എൻ്റെ കർത്താവ് എന്നെ നോക്കും. അതിനതിൽ പറയുന്നത് എൻ്റെ കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട് എന്ന് തന്നെയാണ് വചനം പറയുന്നത്. ഉണ്ട് മോളെ, മോനെ, നീ അസ്വസ്ഥനാകേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ഇതാ ജീവിക്കുന്ന കർത്താവ് അൽത്താരയിലുണ്ട്. ഈശോ ഇതാ നിന്നെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നീ കരങ്ങളിൽ എടുത്തു പിടിച്ചിരിക്കുന്ന ആ നിയോഗം ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടല്ലോ, പ്രതിസന്ധി ഉണ്ടല്ലോ, തടസ്സമുണ്ടല്ലോ, രോഗമുണ്ടല്ലോ, ഈശോയിലേക്ക് ഉയർത്തുക. ദിവികാണ് ഈശോ നിന്റെ മുമ്പിൽ ഉയരുമ്പോൾ, ഈശോയെ ഇതുകൂടി നീ എടുക്കണമെന്ന് പറ. ഈ വിഷയത്തെ കൂടി ഈശോ നീ എടുക്കണം. കുറേ നാളായി കർത്താവെ, ഒത്തിരി നാളുകളായി കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഒത്തിരി നാളുകളായി ഈ വിഷയത്തെ ഓർത്ത് വിലപിക്കുന്നു, ഒത്തിരി നാളുകളായി തമ്പുരാനെ മനസ്സിൻ്റെ സ്വസ്ഥത പോലും നഷ്ടപ്പെട്ടു, ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ കർത്താവെ നീ ആശീർവദിക്കണമേ, ഈ വിഷയത്തിൻ്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഈശോയെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.